ടെക് ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. അടുത്ത തലമുറ AI മോഡൽ അവതരിപ്പിക്കാൻ ഡീപ്സീക്ക്. പുതിയ മോഡൽ മികച്ച കോഡിംഗ് സൃഷ്ടിക്കുമെന്നും ഇംഗ്ലീഷിന് പുറമെയുള്ള ഭാഷകളിൽ യുക്തിസഹമായി ചിന്തിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷ. ചൈനീസ് സ്റ്റാർട്ടപ്പായ ഡീപ്സീക്ക് കഴിഞ്ഞ മാസം ആഗോള ഇക്വിറ്റി വിപണികളിൽ $1 ട്രില്യൺ വിറ്റഴിക്കലിന് കാരണമായി. AI മോഡലിന്റെ സഹായത്തോടെയാണ് ഇത് സാധിച്ചത്. നിരവധി പാശ്ചാത്യ എതിരാളികളെ മറികടന്നാണ് ഡീപ്സീക്ക് നേട്ടം കൈവരിച്ചത്. ഇപ്പോൾ ഷാങ്ഹൌ ആസ്ഥാനമായുള്ള കമ്പനി ജനുവരിയിലെ R1 മോഡലിന്റെ പിൻഗാമിക്കായുള്ള ലോഞ്ച് വേഗത്തിലാക്കാനുള്ള ശ്രമത്തിലാണ്. മെയ് ആദ്യം R2 റിലീസ് ചെയ്യാനായിരുന്നു ഡീപ്സീക്ക് പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് എത്രയും വേഗം പുറത്തിറക്കാനാണ് നീക്കം. പുതിയ മോഡൽ മികച്ച കോഡിംഗ് സൃഷ്ടിക്കുമെന്നും ഇംഗ്ലീഷിന് പുറമെയുള്ള ഭാഷകളിൽ യുക്തിസഹമായി ചിന്തിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നതായി കമ്പനി പറയുന്നു. ശക്തി കുറഞ്ഞ NVIDIA ചിപ്പുകൾ ഉപയോഗിച്ചാണ് R1 നിർമ്മിച്ചതെങ്കിലും US ടെക് ഭീമന്മാർ $100 ബില്യൺ ചെലവഴിച്ച് വികസിപ്പിച്ചെടുത്തവയുമായി മത്സരിക്കാനുള്ള ശേഷി R1 മോഡലിനുണ്ട്. ഡീപ്സീക്കിന്റെ R2 മോഡലിന്റെ ലോഞ്ച് AI വ്യവസായത്തിലെ ഒരു നിർണായക നിമിഷമായിരിക്കും. ചെലവ് കുറഞ്ഞ AI മോഡലുകൾ സൃഷ്ടിക്കുന്നതിൽ ഡീപ്സീക്കിന്റെ വിജയം ലോകമെമ്പാടുമുള്ള കമ്പനികൾക്ക് പ്രചോദനമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഷിപ്പിംഗ് മേഖലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള വഴികൾ പരിശോധിക്കുകയാണ് സർക്കാരെന്ന് പീയൂഷ് ഗോയൽ. രാജ്യത്ത് കപ്പൽ നിർമ്മാണ സാധ്യതകൾ ഉയർന്നതാണെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പറഞ്ഞു. ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്കനുസൃതമായി ഇന്ത്യ ഫ്ളാഗ് ഓഫ് ചെയ്ത കപ്പലുകളുടെ ചരക്ക് ഗതാഗതം അനുവദിക്കുന്നതിനും ഇറക്കുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യക്ക് നേട്ടമുണ്ട്. എന്നാൽ നിയന്ത്രണങ്ങൾ പ്രയോജനപ്പെടുത്താൻ മതിയായി ഫ്ളാഗ് ഓഫ് ചെയ്ത കപ്പലുകൾ ഇന്ത്യയിൽ ഇല്ലെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ കപ്പലുകളുടെ ഫ്ളാഗിംഗ് ആകർഷകമാക്കുന്നതിനുള്ള വഴികൾ നിർദ്ദേശിക്കാൻ അദ്ദേഹം വ്യവസായികളോട് അഭ്യർത്ഥിച്ചു. 12ാമത് ബിനാലെ ഇന്റർനാഷണൽ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയുടെ തുറമുഖശേഷി ഇരട്ടിയായെന്നും കപ്പലുകളുടെ ടേൺ അറൗണ്ട് സമയം ഗണ്യമായി കുറച്ചെന്നും ഗോയൽ കൂട്ടിച്ചേർത്തു. ലോജിസ്റ്റിക് ഇക്കോസിസ്റ്റം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇന്ത്യയുടെ കയറ്റുമതിയുടെ 95% തുറമുഖങ്ങളിലൂടെയാണ് പോകുന്നത്. 7500 കിലോമീറ്റർ തീരപ്രദേശം വ്യാപാരത്തിന് ഒരു പ്രധാന സഹായിയായി പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോജിസ്റ്റിക്സ് മേഖലയിലെ നാവികരുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി ഹൈബ്രിഡ് പരിശീലന പദ്ധതി വേണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കണ്ടെയ്നർ ഉടമസ്ഥത, കണ്ടെയ്നറുകളുടെ നിർമ്മാണം, കയറ്റുമതിയിലെ വേഗത, തിരക്ക് കുറയ്ക്കൽ എന്നിവയാണ് മെച്ചപ്പെടുത്തേണ്ട മേഖലകളെന്നും ഗോയൽ ഊന്നിപ്പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അതിവേഗം വളരുന്ന ക്വിക്ക് കൊമേഴ്സ് വാണിജ്യ വ്യവസായങ്ങൾക്ക് വളർച്ച നിലനിർത്താനാകില്ലെന്ന റിപ്പോർട്ട്. ബ്ലൂം വെഞ്ചേഴ്സ് പ്രസിദ്ധീകരിച്ച ഇൻഡസ് വാലി വാർഷിക റിപ്പോർട്ട് 2025 ഈ അനുമാനം. ഗണ്യമായ വളർച്ചയ്ക്കും മത്സരത്തിനും സാക്ഷ്യം വഹിക്കുന്നുണ്ടെങ്കിലും കുറഞ്ഞ വിപണി പോലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. ക്വിക്ക് കൊമേഴ്സ് വ്യവസായം വളർച്ചാ വെല്ലുവിളികൾ നേരിടുന്നു. കൂടാതെ റൈഡ് ഷെയർ, ഫുഡ് ഡെലിവറി, ഇ-കൊമേഴ്സ് എന്നിവ പോലുള്ള വ്യവസായങ്ങളുടെയും വളർച്ചാ നിരക്ക് കുറയും. രാജ്യം ഉടൻ തന്നെ ഒരു ക്വിക്ക് കൊമേഴ്സ് രാജ്യമായി മാറുമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ചും ഉയർന്ന സാന്ദ്രതയുള്ള പ്രദേശങ്ങളിലെ ഉപഭോക്താക്കളാണ് അതിവേഗ ഡെലിവറിക്ക് അനുയോജ്യം. നിലവിൽ ക്വിക്ക് കൊമേഴ്സിന്റെ വിജയം വലിയ പരീക്ഷണങ്ങൾക്ക് ഇ-കൊമേഴ്സ് കമ്പനികളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതിനാൽ ഇന്ത്യയിൽ മിക്ക ഓർഡറുകളും ഡെലിവറി സമയം വേഗത്തിലാക്കാനും സാധ്യതയുണ്ട്. ക്വിക്ക് കൊമേഴ്സ് 128 ദശലക്ഷം മെട്രിക് ടൺ യൂണിറ്റായി വളരുമെന്ന് പ്രവചിച്ചിട്ടുണ്ടെങ്കിലും അത്രയും ഉയരില്ല. 2025 സാമ്പത്തിക വർഷത്തോടെ 32.6 ദശലക്ഷം ഉപഭോക്താക്കളെ സൊമാറ്റോയ്ക്ക് ലഭിക്കുമെന്ന് 2021 ജഫ്രീസ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇത് 20.6 ദശലക്ഷം ഉപഭോക്താക്കളിലേക്ക് ചുരുങ്ങി. സൊമാറ്റോ, സ്വിഗ്ഗി, സെപ്റ്റോ തുടങ്ങിയ കമ്പനികൾ ക്വിക്ക് കൊമേഴ്സ് മേഖലയിൽ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രമുഖ FMCG കമ്പനികളുടെ ഇ-കൊമേഴ്സ് വിൽപ്പനയുടെ 30 മുതൽ 60% ക്വിക്ക് കൊമേഴ്സ് വിഭാഗം സംഭാവന ചെയ്യുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബ്ലിങ്കിറ്റിൽ 1500 കോടി നിക്ഷേപിച്ച സൊമാറ്റോ. ബ്ലിങ്കിറ്റിന്റെ നഷ്ടം നികത്താനാണ് നിക്ഷേപം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ബ്ലിങ്കിറ്റിന് അതിന്റെ മാതൃകമ്പനിയായ സൊമാറ്റോയിൽ നിന്ന് 1500 കോടി രൂപ ഫണ്ട് ലഭിച്ചു. കഴിഞ്ഞ മാസവും സൊമാറ്റോ കമ്പനിയിലേക്ക് 500 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. 2022 ഓഗസ്റ്റിൽ ഓൺലൈൻ ഗ്രോസറി ഡെലിവറി സ്ഥാപനമായ ബ്ലിങ്കിറ്റിനെ ഏറ്റെടുത്തതിനു ശേഷം സൊമാറ്റോ ബ്ലിങ്കിറ്റിൽ മൊത്തം 4300 കോടി രൂപ നിക്ഷേപിച്ചു. സൊമാറ്റോയിൽ നിന്ന് ബ്ലിങ്കിറ്റിലേക്ക് പണം നിക്ഷേപിക്കുന്നത് പ്രധാനമായും സ്ഥാപനത്തിന് നഷ്ടം നികത്താൻ വേണ്ടിയാണ്. കഴിഞ്ഞ വർഷം നവംബറിൽ സൊമാറ്റോ 8500 കോടി രൂപയാണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി സമാഹരിച്ചത്. ക്വിക്ക് കൊമേഴ്സ് കമ്പനികൾ അവരുടെ ഡാർക്ക് സ്റ്റോറുകൾ അതിവേഗം വികസിപ്പിക്കുകയാണ്. ഡിസംബർ അവസാനത്തോടെ ബ്ലിങ്കിറ്റ് 1007 ഡാർക്ക് സ്റ്റോറുകൾ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇലക്ട്രോണിക്സ് ബ്രാൻഡ് മൈക്രോമാക്സ് ഇൻഫോമാറ്റിക്സ് പുനരുപയോഗ ഊർജ്ജ മേഖലയിലേക്ക്. ഇതിനായി സ്റ്റാർട്ടപ്പ് എനർജി വിഭാഗത്തിന് കമ്പനി തുടക്കമിട്ടു.
ഇന്ത്യയിൽ സോളാർ പാനൽ നിർമ്മാണത്തിൽ വിപ്ലവം സൃഷ്ടിക്കുക, സുസ്ഥിര ഊർജ്ജത്തിന്റെ വ്യാപകമായ സ്വീകാര്യത വർദ്ധിപ്പിക്കുക, ക്ലീൻ എനർജി ദൗത്യത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ പുതിയ സംരംഭത്തിന്റെ ലക്ഷ്യം. ലോക ക്ലീൻ എനർജിയിലേക്കുള്ള പരിവർത്തനം ത്വരിതപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ വിപ്ലവത്തിൽ സ്റ്റാർട്ടപ്പ് എനർജി ഒരു നിർണായക പങ്ക് വഹിക്കുമെന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത്. റെസിഡൻഷ്യൽ, വാണിജ്യ, വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉയർന്ന കാര്യക്ഷമതയുള്ള സോളാർ പാനലുകൾ നിർമ്മിക്കുന്നതിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതുവഴി രാജ്യത്തുടനീളം താങ്ങാവുന്ന സൗരോർജ്ജ മാർഗങ്ങൾ ഉറപ്പാക്കും. വിപുലീകരണത്തിന്റെ ഭാഗമായി 5 ജിഗാവാട്ട് അഡ്വാൻസ്ഡ് സോളാർ മൊഡ്യൂൾ നിർമ്മാണ ലൈൻ ഘട്ടം ഘട്ടമായി വിന്യാസം ചെയ്യുന്നതിനായി മൈക്രോമാക്സ് ചൈന ആസ്ഥാനമായുള്ള ജിൻചെയിനുമായി ഒരു തന്ത്രപ്രധാന കരാറിൽ ഒപ്പുവെച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.